കഴിഞ്ഞ വർഷം ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാനിവിടെ ചുവപ്പിച്ചത്. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഇന്ന് ഇത് തൊട്ടു തരുന്നത്. ആദ്യം അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആമിയൊന്ന് പൊങ്ങി അവന്റെ കവിൾ ഒരു മുത്തം നൽകി. നീ ചെല്ല്, ഞാൻ കാറൊന്ന് ഒതുക്കിയിട്ട് വരാം. ആദ്യം പറഞ്ഞു കേട്ട് ആമി തലയാട്ടി കാറിൽ നിന്നിറങ്ങി. ആമി പടികൾ കയറി ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. തൊട്ടടുത്ത് അവളുടെ പ്രിയതമന്റെ സാന്നിധ്യം ആ അടഞ്ഞ കണ്ണുകളോട് അവൾ അറിഞ്ഞു. ആമി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ പുറകിലേക്ക് കൈ കെട്ടി നിൽക്കുന്ന ആദിയെ കണ്ട് അവൾ സ്വയം നെറ്റിയിലടിച്ചു. തിരുമേനി കയ്യിൽ തന്ന ഇലച്ചീന്തിയിൽ നിന്ന് ഒരു നുള്ളു ചന്ദനം അവന്റെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുമ്പോഴും അവന്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നു, ആമി പറഞ്ഞു. നീ എല്ലാം കഴിഞ്ഞു വന്നു, ഞാൻ പുറത്ത് ആൽത്തറയിലുണ്ടാവും. ആദ്യം ആമിയോട് പറഞ്ഞ് നടന്നകന്നു. ആമി കൗണ്ടർ ലക്ഷ്യമാക്കിയതും ആദ്യം ആൽത്തറയിലിരുന്ന് ഫോൺ നോക്കുമ്പോഴാണ് അവന്റെ അടുത്തേക്ക് ഒരു ചെറിയ പെൺകുട്ടി വന്നത്. അവന്റെ കാലും തൊട്ട് അവൾ ഓടി. ആദ്യം ചിരിയോടെ അവളെ നോക്കി. ഒരു സ്ത്രീയുടെ മറവിൽ നിന്ന് ആ കുഞ്ഞ് ഒളിഞ്ഞു നോക്കി. ആദ്യം കൺചിമ്മി. അവൻ വീണ്ടും ഫോണിലേക്ക് കണ്ണു നട്ടു. ആ പെൺകുട്ടി വീണ്ടും വന്നു. ആദ്യ ചിരിയുടെ അടുത്തേക്ക് വന്ന് കാണിച്ചു. അല്പം മടിച്ചാണെങ്കിലും അവൾ ആദ്യയുടെ അടുത്തേക്ക് വന്നു. ഇന്നെവിടെ എടുത്തുവോ? ആൽത്തറയിലേക്ക് ചൂണ്ടി കുഞ്ചിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു കേട്ട് ആദ്യം അവളെ കയറ്റിയിരുത്തി. ആമി വഴിപാടെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ആൽത്തറയിൽ പടിയിട്ടിരിക്കുന്ന ആദ്യയാണ് കണ്ടത്. അടുത്തന്നെ ഒരു കുഞ്ഞ് ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ആമി അവൻ്റെ അടുത്തേക്ക് നടന്നു. ആ കുഞ്ഞിനെ അവൾ കുഞ്ചിച്ചു. ആദ്യ കുട്ടിയെടുത്ത് അതിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. അവളുടെ കവിളൊരു മുത്തം നൽകിയാണ് പിരിഞ്ഞത്. ആദ്യയുടെ കാർ ഗേറ്റ് കടന്നപ്പോൾ തന്നെ കണ്ടു ഉമ്മറത്ത് ആൽബിയുടെ ബുള്ളറ്റ്. ആൽപ്പിച്ച് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു, ആമി കാറിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു. കാണുന്നില്ലല്ലോ, ഇനി ആബിയുടെ അടുത്തെങ്ങാനും പോയി കാണുമോ? ആദ്യം ഉമ്മറത്തേക്ക് കയറിയപ്പോൾ തന്നെ ആമി ചോദിച്ചു. അവ സ്റ്റേഷനിലേക്ക് പോയി കാണും. എന്നിട്ട് ബൈക്ക് ഇവിടെ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവച്ചതാണ്. ആദ്യമായിട്ട് എന്തിന് ബൈക്ക്? എല്ലാം അറിയണമെന്നുണ്ടോ? പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. എന്തിന്? ഇത് നല്ലൊരു ദിവസമായിട്ട് ഞാൻ കുറച്ച് ലുക്കി നടക്കട്ടെ. ഇതൊക്കെ എടുത്തുകൊണ്ട് നിനക്ക് ബൈക്കിൽ കയറാൻ പറ്റുമോ? അതിന് ഞാൻ എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് സ്ഥലം വരെ പോവാം. നീ ഇതൊക്കെ മാറ്റി നല്ലതെന്തെങ്കിലും ഇട്ട് വാ. ആദ്യ വാതിൽ തുറന്ന് അകത്ത് കയറി. ആമി കൂടുതലൊന്നും ചിന്തിക്കാതെ മുറിയിലേക്ക് കയറി ഒരു ചുരിദാർ ധരിച്ചു. ആമി ഉമ്മറത്തേക്ക് വരുമ്പോൾ ആദ്യം ബൈക്കിൽ കയറിയിരുന്നു. അവൾ വാതിൽ പൂട്ടി അവന്റെ കൂടെ കയറി. ബൈക്ക് പതിയെ നീങ്ങി. ആമിയുടെ കൈകൾ അവന്റെ തോളിൽ സ്ഥാനം പിടിച്ചു. ഇതെങ്ങോണ്ടാ ആദ്യമായിട്ടായി പോണത്? ഒന്ന് പറ. എങ്ങോട്ടാണെന്നറിയാതെ ഈ യാത്ര അവൾക്ക് അസ്വസ്ഥമായി തോന്നി. അവൾ ചോദിച്ചു. നമുക്ക് ഒന്ന് വയനാട് ചുരം കയറി വരാടി. ആദ്യം പറഞ്ഞു കേട്ട് ആമിയുടെ കണ്ണുകൾ വിടർന്നു. ബൈക്കിൽ ചുരം കയറാൻ നല്ല രസമാണ്. എന്നെ ചാച്ചൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇന്ന് ഒരു ദിവസം മിലി പറഞ്ഞത് അവളുടെ ഓർമ്മയിൽ വന്നു. ആമി സന്തോഷത്തോടെ അവന്റെ വയറിൽ വട്ടം പിടിച്ചു. പുറത്തേക്ക് ചാഞ്ഞു. കാഴ്ചകൾ മുഴുകി. ഉയരങ്ങളിലേക്ക് കയറും തോറും അതിന്റെ ഭംഗി കൂടാൻ തുടങ്ങി. റോഡിന്റെ ഇരുഭാഗത്തും മരം തണലേകിയിട്ടുണ്ട്. ആമിയുടെ ദുപ്പട്ട കാറ്റിൽ പാറി. അവൾ അതിനെ സ്വതന്ത്രമായി വിട്ടു. അന്ന് രാത്രിയിലാണ് രണ്ടുപേരും തിരിച്ചെത്തിയത്. രണ്ടുപേരുടെ ഉള്ളിൽ സന്തോഷം തളം കെട്ടി നിന്നിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. ആമി 2ാം വർഷം പകുതിയായി. ആദ്യയുടെ ജോലിയും ആമിയുടെ ക്ലാസ്സുമെല്ലാം തകൃതിയായി മുന്നോട്ട് നടന്നു. ചാരുവിൻ്റെയും നന്ദൻ്റെയും കല്യാണം 2 മാസത്തിന് ശേഷമുണ്ട്. പ്രിയ ഇടയ്ക്കിടെ വിളിക്കും, വിശേഷങ്ങൾ പറയും. ഒരു ദിവസം രാത്രി അവളുടെ മുറിയിലിരുന്ന് എന്തോ വർക്ക് ചെയ്യുകയാണ് ആബി. എല്ലാം കഴിഞ്ഞ് ബുക്ക് മാറ്റി വെച്ചു. ഫോൺ എടുത്ത് ആൽബിയെ വിളിച്ചു. റിങ് ചെയ്യുന്നതിലും എടുത്തില്ല. അവൾ ഫോൺ മാറ്റി വെച്ചു. മുന്നിലുള്ള വെള്ള പേപ്പറിൽ വെറുതെ വരയ്ക്കാൻ തുടങ്ങി. കുന്നിന് മുകളിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും. വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഒന്ന് കാണാൻ വരികയില്ല. എന്ത് സ്വഭാവം മനുഷ്യ നിങ്ങൾക്ക്? ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ എന്നോട്? വരച്ചു വെച്ച ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളൊക്കെ പ്രേമിക്കാൻ വന്ന എന്നെ വേണം അടിക്കാൻ. പക്ഷെ എനിക്കറിയാം എല്ലാം തിരക്ക് കൊണ്ടാണെന്ന്. ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂന്നു. താടിക്ക് കൈ കൊടുത്ത് നാണത്തോടെ ചിത്രത്തിലേക്ക് നോക്കി പറയുമ്പോഴാണ് പുറകിൽ നിന്ന് അമ്മച്ചിയുടെ ശബ്ദം വരുന്നത്. ആബി, ആബി! ആ വീട് മുഴുവൻ ഒരുപക്ഷെ ആ ശബ്ദം അലയടിച്ചിരിക്കും. ആബി ഞെട്ടിക്കൊണ്ട് കസേര നിന്ന് എഴുന്നേറ്റു. പുറകിലേക്ക് നോക്കി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിന്റെ ഫലമായി കസേര നിലംപതിച്ചു. അമ്മച്ചിയുടെ മുഖത്ത് ദേഷ്യം അതിന്റെ ഉച്ചിയിലെത്തിയെന്ന് അറിയിക്കാൻ എന്ന വണ്ണം ചുവപ്പ് നിറം തെളിഞ്ഞു വന്നു. ആബി പേടിയോടെ കൈകൾ മേശയിൽ മുറുക്കി. തല താഴ്ന്നു. കത്രീൻ ഒറ്റയ്ക്കെതപ്പിന് മേശയ്ക്ക് അടുത്ത് വന്നു. ആ പേപ്പർ കയ്യിലെടുത്തു. അവളുടെ കണ്ണുകൾ ചുവന്നു. അമ്മച്ചി, അത് ഞാൻ... ആബി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും കത്രീനയുടെ കൈകൾ ഉയർന്നു താന്നിരുന്നു. ആബി വേദനയോടെ കവിൾ കൈവച്ചു. ആരാടിത്? അമ്മച്ചി ചോദിച്ചതിന് ആബി മറുപടി ഒന്നും പറയാൻ തല താഴ്ത്തി നിന്നു. മര്യാദയ്ക്ക് പറഞ്ഞു ആബി, നിനക്കെന്റെ സ്വഭാവം അറിയാലോ. കത്രീനെ കത്തി നിൽക്കുകയാണ്. ആബി മൗനത്തെ കൂട്ടുപിടിച്ചു. അപ്പ ഇങ്ങ് വരട്ടെ, കാണിച്ചു തരാൻ നിനക്ക്. കണ്ട കാട്ടിലും മലയിലും എല്ലാം പോയിരിക്കുന്നു.
അവളൊന്ന് ദേഷ്യത്തോടെ നോക്കി അവർ പുറത്തേക്ക് ഇറങ്ങി. അവർ പോയി എന്ന് കണ്ടതും ആബി ടേബിളിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. പെട്ടെന്ന് തന്നെ അതാരോ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. ആബി നോക്കുമ്പോൾ കത്രീനയാണ്. ഈ കുന്താണ് നിന്നെ നാശാക്കുന്നത്, ഇതിന് നിനക്ക് വേണ്ട, എന്റെ കയ്യിലിരുന്നോട്ടെ. കത്രീന തിരിഞ്ഞു നടന്നു. ആബി ഒരു പൊട്ടിക്കരച്ചിലൂടെ ബെഡിലേക്ക് വീണു. എന്നതാണ് എന്താ പ്രശ്നം? മാർട്ടിൻ സോഫയിലിരുന്ന് കരയുന്ന കത്രീനയുടെ അടുത്ത് വന്ന് ചോദിച്ചു. അവർ കരഞ്ഞുകൊണ്ടിരുന്നു. നീ കാര്യം പറയുന്നുണ്ടോ? കാര്യം പറഞ്ഞ് ഞാനെങ്ങനെ അറിയാനാ? തലയിലെ തൊപ്പി അയച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. കത്രീന കയ്യിൽ മടക്കി വെച്ച പേപ്പർ അയാളെ ഏൽപ്പിച്ചു. ആഹാ, നല്ല ഭംഗിയായി വരച്ചിട്ടുണ്ടല്ലോ. ആബിയാണോ ഇത്? കാണിച്ചു തരാണോ നീ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്? മാർട്ടിൻ ചിരിയോടെ പറഞ്ഞു. ഇതൊന്നും നിങ്ങളുടെ മോള്, മറ്റേതാരെന്ന് ചോദിക്ക്. നിനക്ക് വട്ടായോ? ഒരു ചിത്രം വരച്ചെന്ന് കരുതിയത് അവളാവണമെന്നുണ്ടോ? നീ ഇത്ര മണ്ടിയായി പോയല്ലോ. മാർട്ടിൻ അവരെ കളിയാക്കി. അല്ലെങ്കിലും ഞാനാണല്ലോ മണ്ടി. ഞാൻ അവിടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ ചിത്രത്തിൽ നോക്കി കാര്യം പറയുന്നതാണ്. കത്രീന നേരത്തെ നടന്നെല്ലാം വിവരിച്ചു. മാർട്ടിൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങളിനി ഒന്നും, നീ എന്റെ കുഞ്ഞിനെ അടിച്ചോ? കത്രീന എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ മാർട്ടിൻ ചോദിച്ചു. ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു. കത്രീനയാളെ നോക്കി. ആബി? മാർട്ടിൻ ഒന്ന് നീട്ടി വിളിച്ചു. അല്പസമയ ശേഷം ആബി ഇറങ്ങി വന്നു. കണ്ണുകൾ കരങ്ങിയിരുന്നു. മോൾക്ക് വേദനിച്ചോ? കവളിൽ തലോടി മാർട്ടിൻ ചോദിച്ചു കേട്ടപ്പോൾ കത്രീനയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങളാണ് ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നത്. കൊഞ്ചി ചോദിച്ച് എങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എന്തുണ്ട് നടക്കുമെന്ന് അവൾക്കറിയാം. കത്രീന ശബ്ദമുയർത്തി. ആൽബി എങ്ങോട്ട് വിളിക്കട്ടെ? കത്രീന അത് പറഞ്ഞ് ഫോൺ എടുത്തു. ആബി ഒന്ന് ഞെട്ടി. എന്റെ ലിനി കൊച്ചേ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, നമുക്ക് കാണാം. ഇപ്പൊ ജോലി തിരക്കായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഞാൻ വന്ന് കാണുന്നതല്ലേ. ഫോണിലൂടെ ക്രിസ്റ്റി മിലിയെ സമാധാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പറയുമ്പോൾ ലിനി കൊച്ചേ എന്നും വിളിച്ചു വന്ന പിന്നെ ഒന്നും പറയാനില്ലല്ലോ. എന്നെ മിലി എന്ന് വിളിച്ചാൽ മതി. മിലി വിട്ടുകൊടുത്തില്ല. അവന് കാണാൻ വരാത്തതിന്റെ പരിമം ആ വാക്കുകൾ വ്യക്തമായിരുന്നു. ഞാൻ വിളിക്കലില്ലേ? ക്രിസ്റ്റിയൻ വിട്ടുകൊടുത്തില്ല. മോളെ മിലി. പുറകെ നിന്ന് ആൽബിയുടെ വിളി കേട്ട് മിലി തിരിഞ്ഞു നോക്കി. ആബി വിളിച്ചിരുന്നു നിന്നെ? അവൻ ചോദിച്ചതിന് ഇല്ല എന്ന് മറുപടി കൊടുത്തു. എന്തു പറ്റി ചാച്ച? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നേരത്തെ അവൾ വിളിച്ചപ്പോൾ കുറച്ച് ബിസിയായിരുന്നു, അതുകൊണ്ട് വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് കരുതി. ഇപ്പോൾ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. മേലെ ചോദിച്ചെന്ന് ആൽബി മറുപടി പറഞ്ഞു. എനിക്കെങ്ങും വയ്യ, ചാച്ചൻ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. അവൾ വീണ്ടും ഫോൺ ചെവിയോട് ചേർത്തു. നീ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ നിന്റെ ഈ ഫോൺ വിളി ഞാൻ അമ്മയെ അറിയിക്കും. ഇല്ലെങ്കിൽ വിളിച്ചോ? ആൽബി ഭീഷണിപ്പെടുത്തി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കയച്ചോ? ആൽബിയെ നോക്കി പല്ല് നിരച്ചുകൊണ്ട് മിലി പറഞ്ഞു. ഒന്നും മര്യാദയ്ക്ക് സൊള്ളാൻ സമ്മതിക്കില്ല അളിയൻ തണ്ടി. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്രിസ്റ്റിയുടെ സംസാരം അവൾ കേട്ടിരുന്നു. അവൾ അറിയാതെ ചിരിച്ചുപോയി. ആൽബി നോക്കുന്നത് കണ്ട് വേഗം തന്നെ ആബിയെ വിളിച്ചു. എന്നാൽ അവൾ ഫോൺ എടുത്തില്ല. 2-3 വട്ടം വിളിച്ചിട്ടും അത് തന്നെ ആവർത്തിച്ചു. ഇല്ല ചാച്ച, എടുക്കുന്നില്ല. അവൾ ഉറങ്ങിക്കാണും. ഞാൻ വിളിക്കാതെ അവൾ ഉറങ്ങില്ലല്ലോ. ഇത് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ആൽബി സ്വയം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അങ്കിളുടെ വിളിച്ചു നോക്ക്. ഷോ, എന്ത് വിചാരിക്കും? എന്നാ പിന്നെ ആദ്യേട്ടനോട് വിളിച്ചു പറ. ഏട്ടനോടൊന്ന് അവിടം വരെ ചെന്നിട്ട് ആബിയോട് ഫോൺ എടുക്കാൻ പറ. മിലി പറഞ്ഞു കേട്ടപ്പോഴാണ് ആൽബിക്ക് ആ ബുദ്ധി ഉദിച്ചത്. അവൻ ഫോൺ എടുത്ത് ആദ്യം വിളിച്ചു. കാര്യം പറഞ്ഞു. ആദ്യം ഇപ്പോൾ തന്നെ പോവാന്ന് പറഞ്ഞു. ആദ്യം ഉമ്മറത്തെ പടി കയറുമ്പോൾ അകത്തുനിന്ന് കത്രിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങളാണ് ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നത്. കൊഞ്ചിച്ചു കൊഞ്ചിട്ട് എങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തും നടക്കും എന്ന് അവൾക്കറിയാം. കത്രീന ശബ്ദമുയർത്തി. ആൽബി ഇങ്ങ് വിളിക്കട്ടെ. കത്രീന അത് പറഞ്ഞ് ഫോൺ എടുത്തു. ആബി ഒന്ന് നെട്ടി. ഇച്ചാൻ എന്തിനു വിളിക്കുക? ആബി കയ്യിൽ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് ചോദിച്ചു. കളിക്കാന്റെ ഫോൺ ഇങ്ങ് താബി. ഗൗരവത്തിൽ തന്നെ കത്രീന ചോദിച്ചു. അമ്മ പറ, ഇച്ചാൻ എന്തിനു വിളിക്കാണ്? ആബിയും വിട്ടുകൊടുത്തില്ല. നിന്റെ അപ്പൻ തല്ലില്ല, എന്ത് ചെല്ലാൻ സപ്പോർട്ട് ചെയ്ത് നിന്നോളൂ. ആൽബിങ് വരട്ടെ, അവനാകുമ്പോൾ ചോദിക്കാനുള്ളത് അതിന്റെ രീതിയിൽ ചോദിച്ചോളും. ഏതാണ് നിന്റെ ഉള്ളിലെന്ന് അവൻ തന്നെ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ബെസ്റ്റ്. കത്രീന പറഞ്ഞു കേട്ട് ആബി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാൽ മാർട്ടിൻ അത് കേട്ട് ചിരിച്ചു. എന്താ ഇവിടെ? അമ്മ എന്തിനാ അവളെ വഴക്ക് പറയുന്നേ? കാര്യം ഏകദേശം മനസ്സിലായെങ്കിലും ആദ്യം ഒന്നും അറിയാത്ത പോലെ തന്നെ ചോദിച്ചു. നീ വന്നോ? നീ ഒന്ന് ചോദിക്കും മോനെ, ഇവളുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, ഒന്നും അങ്ങ് തുറന്നു പറയുന്നില്ല. കത്രീനയുടെ ശബ്ദത്തിൽ നിസ്സഹായത വ്യക്തമായിരുന്നു. കാര്യം എന്തുകൊണ്ടാന്ന് പറ. ആദ്യം കത്രീനയുടെ അടുത്തേക്കൊന്ന് ചോദിച്ചു. അവർ നേരത്തെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ടെൻഷനാവാതെ, ഞാൻ ചോദിക്കാം, നീങ്ങ വന്നേ. ആദ്യം കത്രീനെ നോക്കി സമാധാനിപ്പിച്ചു. പിന്നെ ആബിയോട് പറഞ്ഞു പുറത്തേക്ക് നടന്നു. പുറകെ ആബിയും. ആൽബി അറിഞ്ഞോ ഇത്? ആദ്യം അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. നിറഞ്ഞ കണ്ണുകളോട് ഇല്ല എന്ന് തലയാട്ടം മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. കരയല്ല മോളെ, അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? അവളുടെ ശബ്ദം ഇടറിയിരുന്നു. തൊണ്ട കനത്തു, കണ്ണുകൾ നീറി. അതപ്പോ അല്ലേ നീ ഇങ്ങനെ കൊച്ചുകുഞ്ഞുങ്ങളെ പോലെ കരയാതെ, ഏട്ടനില്ല കൂടെ. അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു കേട്ട് അവൾ ഒരു മങ്ങിയ പുഞ്ചിരി അവനെ സമ്മാനിച്ചു. അപ്പോഴേക്കും ആദ്യയുടെ ഫോൺ റിങ് ചെയ്തിരുന്നു. പോക്കിൽ നിന്ന് ഫോൺ എടുത്ത് ആബിയെ നോക്കി കൺജിമ്മി അവൻ മുറ്റത്തേക്ക് നടന്നു.
ആൽബിയോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ഞാൻ വീട്ടിൽ സംസാരിക്കട്ടെ, ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം, നീ അവളെ ഒന്ന് നോക്കിയേക്കണേ. ആൽബിയുടെ ശബ്ദത്തിൽ അവളോടുള്ള കരുതൽ വ്യക്തമായിരുന്നു. ആദ്യം സമ്മതിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ആദ്യം മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ആമി അവനെ നോക്കി അവളുടെ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്നത് കണ്ടത്. ആദ്യം ആബിയെ ഒന്ന് നോക്കി അവളുടെ അടുത്തേക്ക് നടന്നു. ആദ്യം അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആബിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ അവൾ കൊതിച്ചു. എന്നാൽ ആദ്യം അതിന് തടസ്സം നിന്നു. വേണ്ട ആമി, ഇപ്പൊ നീയും കൂടെ ചെന്ന് ഒരു ആർഭാടമാക്കണ്ട. അമ്മ ഇപ്പോഴും ഇടം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനി അത് ആൽബിയാണെന്ന് കൂടെ അറിയുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. നീ പേടിക്കാതെ, ആബിയെ ഞാൻ നോക്കിക്കോളാം. ആമിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ആദ്യം അവളെ സമാധാനിപ്പിച്ചു. ആദ്യം തിരിച്ച് ആബിയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അമ്മ അവളെ നന്നായി പൊതിർത്തുന്നുണ്ടായിരുന്നു. പറ ആബി, ഏതവനത്? ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറ. ആബിയുടെ 2 തോളിലും കുലുക്കിക്കൊണ്ട് കത്രിന ശബ്ദം ഉയർത്തി. അമ്മ ഒന്ന് അടങ്ങ്. സ്നേഹിച്ച അത്ര വലിയ തെറ്റാണോ? അവൾക്കിതിന് സമാധാനം കൊടുക്ക്. അവൾ തന്നെ പറഞ്ഞോളും. ഇത് നാട്ടുകാരെ എല്ലാം അറിയിക്കാൻ. കത്രിനയുടെ കയ്യിൽ നിന്ന് ആബിയെ തൻ്റെ കൈയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞു. ആൽബിയുടെ കാർ ആ വീടിന്റെ മുറ്റത്തേക്ക് വന്നു. കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ ആബിക്കൽപ്പം ആശ്വാസം തോന്നി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആൽബി ചാടിയിറങ്ങി. ആലിസും ജേക്കബും ഇവരിത് എന്ത് പറ്റിയെന്ന് ചിന്തിക്കാതെ ഇരുന്നില്ല. മിലയ്ക്ക് കാര്യം അറിയാവുന്നതിൽ അവളും പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആൽബിയെ കണ്ടതും ആബി ദയനീയതയോടെ അവനെ നോക്കി. അവൻ കൺചെമ്മി കാണിച്ചു. അതുമാത്രം മതിയായിരുന്നു അവളുടെ നീറുന്ന മനസ്സിന് ആശ്വാസം പകരാൻ. നിന്നെ ഞാൻ വിളിക്കാതിരിക്കായിരുന്നു, കത്രീന ആൽബിയെ കണ്ടതും പറഞ്ഞു. മില ആൽബിയെ ചേർത്ത് പിടിച്ചു. എന്നതാ ഇവിടെ? ആബിയുടെ കരഞ്ഞു വീർത്ത മുഖവും കത്രിയുടെ ദേഷ്യത്തിലുള്ള നിൽപ്പും കണ്ട് ആൽസ് ചോദിച്ചു. ഇവൻ പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാ പറ്റി? ആരും മറുപടി പറയാത്ത കണ്ട് ആലിസ് വീണ്ടും ചോദിച്ചു. പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇവളൊക്കെ കെട്ടിയൊരുങ്ങി പോകുന്നത് പ്രേമിക്കാനാണ്. ദേഷ്യത്താൽ ആബിയെ നോക്കി കത്രീന പറഞ്ഞു. ആബിയുടെ തലതായിരുന്നു. മതി കത്രീനെ. അതുവരെ നിശബ്ദനായി നിന്ന മാട്ടിന്റെ ശബ്ദമേർന്നു. പെട്ടെന്നാണ് ആദിയുടെ കയ്യിൽ ഒരു കൈ പതിഞ്ഞത്. ആദ്യ തലചരിച്ചു നോക്കുമ്പോൾ നീലി അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. കണ്ണുകൾ ഭയം നീലിച്ചിരുന്നു. അവളുടെ കയ്യിൽ അവൻ പതിയെ തട്ടിക്കൊണ്ട് ചിരിച്ച് അവനോട് ചേർത്ത് നിർത്തി.